നമസ്കാരം. ഞാൻ ഷീല മേനോൻ, ജനറൽ കൺവീനർ, വയലാർ കലാ സാംസ്കാരിക വേദി. ഇന്ന് ഒക്ടോബർ 27 ചൊവ്വാഴ്ച വയലാർ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ അനശ്വര കവിയും ഗാനരചയിതാവുമായ ശ്രീ വയലാർ രാമവർമ്മയുടെ 45ാമത് ചരമദിനം വയലാർ ദിനമായി ആചരിക്കുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വിർച്വൽ മീഡിയയിലൂടെയാണ് ദിനാചരണ പരിപാടികൾ. ആദ്യമായി ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്നത് വയലാർ കലാ സാംസ്കാരിക വേദി പ്രസിഡന്റും ഈ യോഗത്തിന്റെ അധ്യക്ഷനുമായ ശ്രീ ശ്രീജിത്ത് അന്നമനടയാണ്. അടുത്തതായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സമ്മതമറിയിച്ച മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ഗാനരചയിതാവുമായ ശ്രീ കെ ജയകുമാർ അവർകളെ വയലാർ കലാ സാംസ്കാരിക വേദിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വയലാർ കലാ സാംസ്കാരിക വേദിയുടെ രക്ഷാധികാരിയും മാർഗദർശിയുമായ ശ്രീ രാധാകൃഷ്ണൻ അമ്പലപ്പുഴയെ വയലാർ കലാ സാംസ്കാരിക വേദിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കേരള സംസ്ഥാന ഹൗസിംഗ് ബോർഡ് ചെയർമാൻ ശ്രീ പി പ്രസാദ് അവർകളെ വയലാർ കലാ സാംസ്കാരിക വേദിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൽപ്പിത സർവകലാശാലയായ കേരള കലാമണ്ഡലത്തിന്റെ മുൻ വൈസ് ചാൻസലർ ശ്രീ പി എൻ സുരേഷ് അവർകളെ വയലാർ കലാ സാംസ്കാരിക വേദിയുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത ഗാനരചയിതാവും സർവോപരി വയലാർ രാമവർമ്മയുടെ പുത്രനുമായ ശ്രീ വയലാർ ശരചന്ദ്രവർമ്മയെ വയലാർ കലാ സാംസ്കാരിക വേദിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ ശ്രീ ഹരികുമാർ അവർകളെ വയലാർ കലാ സാംസ്കാരിക വേദിയുടെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുമാരനാശാൻ സ്മാരക സമിതിയുടെ ചെയർമാനും പ്രശസ്ത ഗാനരചയിതാവുമായ ശ്രീ രാജീവ് ആലുങ്കലിനെ വയലാർ കലാ സാംസ്കാരിക വേദിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറൈൻ കെയർ ആൻഡ് അസോസിയേറ്റ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ രാജഗോപാലൻ ഉണ്ണിത്താനെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വയലാർ കലാ സാംസ്കാരിക വേദി ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, മറ്റു ഭാരവാഹികൾ, ഈ കൂട്ടായ്മയുടെ ജീവനായ കലാകാരന്മാരെ, കലാകാരികളെ, നിങ്ങളെയും ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി വയലാർ കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ശ്രീ ശ്രീജിത്ത് അന്നമനടയെ ക്ഷണിച്ചുകൊള്ളുന്നു.